ഹലോ ദർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫിൽ നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ലോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പലിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചും എപ്പോഴും ടെൻഷൻ ആവാറുണ്ട്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചും നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്, വറി ആവാറുണ്ട്, സ്ട്രെസ് എടുക്കാറുണ്ട്. ആൻഡ് അതുകൊണ്ട് എന്താണ് ഒരു നേട്ടം എന്ന് ചോദിച്ചാൽ നത്തിങ് അറ്റ് ഓൾ, അല്ലേ? സോ ഈ ടെൻഷൻ കുറയ്ക്കാനായിട്ട് സ്റ്റോയിസിസം സ്റ്റോയിസിസം എന്ന് പറയുന്ന ഫിലോസഫിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഗോസ് ലൈക്ക് ദിസ്: നോ വാട്ട് യു ക്യാൻ കൺട്രോൾ ആൻഡ് വാട്ട് യു കാൺട്ട്. സി, നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളെ നമുക്കൊരു രണ്ട് പട്ടികയിലാക്കാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതും. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ടെൻഷനുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി: ഈസ് ദിസ് അണ്ടർ മൈ കൺട്രോൾ? ഇതിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണോ? എന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന ഒരു കാര്യമാണോ? നമ്മുടെ നിയന്ത്രണത്തിന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്കറിയാം. ഇനി ഈസ് ദിസ് നോട്ട് അണ്ടർ മൈ കൺട്രോൾ, ഇതിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ വരാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ, അതിനെ അതിന്റെ പാട്ടിന് വിടുക. ബിക്കോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും ഫോക്കസ് കൊടുക്കരുത്. ഇപ്പൊ വെദർ, കാലാവസ്ഥയിൽ നമുക്ക് ആർക്കും ഒരു കൺട്രോളും ഇല്ല. നമ്മൾ ഏത് രാജ്യത്ത് ജനിച്ചു, ഏത് കുടുംബത്തിൽ ജനിച്ചു, നമ്മൾ ഏത് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിലാണ് ജനിച്ചത്, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോഡി, അതിന്റെ കളർ, നമ്മുടെ ലുക്ക്, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. സോ അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട കാര്യം ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും, അതും നമ്മളുടെ കൺട്രോളിൽ വരുന്ന കാര്യമേ അല്ല. ബട്ട് എങ്ങനെ മറ്റുള്ളവരോട് റിയാക്ട് ചെയ്യാം, അവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, നമ്മുടെ ഒപ്പീനിയൻസ് എന്തായിരിക്കും, നമ്മുടെ സജഷൻസ് എന്തായിരിക്കും, നമ്മുടെ വാക്കുകള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവൃത്തികള്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷൻ വരുന്ന സമയത്ത് ചിന്തിക്കുക: ഇതെന്റെ കൺട്രോളിൽ വരുന്ന കാര്യമാണ്. സി, ഇതെന്റെ കൺട്രോളിൽ വരുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അപ്പൊ അതെനിക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമല്ല. ഇനി ഇതെന്റെ കൺട്രോളിൽ വരുന്നതല്ലെങ്കിൽ ദെൻ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു.